താമരശ്ശേരി ചുരത്തിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാവുകയാണ്. അവധി ദിവസങ്ങളിലെ വാഹനങ്ങളുടെ ബാഹുല്യവും അപകടങ്ങളുമാണ് ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നത്. ഇത് കാരണം രോഗികൾ ഉൾപ്പെടെയാണ് വലയുന്നത്. കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് താമരശ്ശേരി ചുരം വഴി വയനാട്ടിലേക്കൊരു യാത്ര. പക്ഷേ ഈ യാത്ര ഇന്ന് അത്ര സുഖകരമല്ല. മണിക്കൂറുകളോളം നീളുന്ന ഗതാഗതക്കുരുക്ക് തന്നെയാണ് കാരണം. താഴെ അടിവാരം മുതൽ മുകളിൽ ലക്കിടി വരെ 13 കിലോമീറ്റർ, 9 ഹെയർപിൻ വളവുകൾ. ഇതിൽ 6, 7, 8 വളവുകളിലാണ് ഗതാഗതക്കുരുക്ക് കൂടുതലുണ്ടാകുന്നത്. അവധി ദിവസങ്ങളിൽ ഗതാഗതക്കുരുക്ക് കൂടും. വാഹനങ്ങളുടെ ബാഹുല്യം തന്നെ കാരണം. പലപ്പോഴും ഇത്തരം കുരുക്കിൽപ്പെട്ട് വലയുന്നത് ആംബുലൻസ് ഡ്രൈവർമാരാണ്. വയനാട്ടിലെ രോഗികൾക്ക് ഏക ആശ്രയം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി ആയതിനാൽ പലപ്പോഴും ഗതാഗതക്കുരുക്ക് രോഗികളെ വലയ്ക്കുന്നു. ദുരിതമാണ് ഇതിലുള്ള യാത്ര. ഒരു ആംബുലൻസ് ഒക്കെ കയറി വരികയാണെങ്കിൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കയറി പോകാൻ വേണ്ടിയിട്ട്. ഇതിൽ ചുരം സംരക്ഷണ സമിതിൻ്റെ ആളുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് കുറേയൊക്കെ ആളുകൾ കഴിച്ചിലാവുന്നത് തന്നെ പറയാൻ പോകും. അല്ലാത്ത പക്ഷം ഇപ്പോൾ ഒരു എമർജൻസി കേസൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വയനാട്ടിൽ നിന്നൊക്കെ വേറൊരു കാര്യമായിട്ടുള്ളൊരു മെഡിക്കൽ കോളേജും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ പെട്ടെന്ന് റെഫർ ചെയ്യുക കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കാണ്. അപ്പം പോകുന്ന പോക്കിൽ ഇപ്പം വേറൊരു വഴി ഇല്ല ഇറങ്ങി പോകാൻ വേണ്ടി വയനാട്ടിൽ നിന്ന്. പിന്നെ കുറ്റ്യാടി ചുരം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ട് ശരിക്കും. ചുരം സംരക്ഷണ സമിതി പ്രവർത്തകരും പോലീസും ചുരത്തിലെ കുരുക്കൊഴിവാക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ട്. 52ഓളം ചുരം സംരക്ഷണ സമിതി പ്രവർത്തകരുണ്ട് ഏതു സമയത്തും ഒരു വിളിക്കപ്പുറം. അപ്പോൾ നമ്മൾ ഏത് സമയത്താണെങ്കിലും 24 മണിക്കൂറും ആക്റ്റീവായി നിൽക്കുന്ന ഏകദേശം 52ഓളം മെമ്പർമാർ ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. അപ്പോൾ എല്ലാവരും 52 ആളും ഒരേ സമയത്ത് ഉണ്ടാവില്ല. എന്തായാലും 5 പേര് മുതൽ 10 വരെ എപ്പോഴും ഏത് സമയത്തും ഉണ്ടാവും. ഏത് രാത്രി എന്ത് അപകടം നടന്നാലും, ഇനി അപകടമല്ല ഇനി വണ്ടി കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാലും നമുക്കിപ്പോൾ പിന്നെ ചുരം സംരക്ഷണ സമിതിൻ്റെ ഇതിൽ തന്നെ ഏകദേശം 4000-ഓളം ആളുള്ള 3000-4000-ഓളം ആളുള്ള 3 ഗ്രൂപ്പോളം വാട്സപ്പിൽ പിന്നെ ചുരം സംരക്ഷണ സമിതിൻ്റെ ഗ്രൂപ്പ് തന്നെ ഉണ്ട്. അവധി ദിവസങ്ങളിലെ വാഹനത്തിരക്ക് ഒഴിവാക്കാൻ പല നിർദ്ദേശങ്ങളും വയനാട്, കോഴിക്കോട് ജില്ലാ ഭരണകൂടം മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് പലപ്പോഴും നടപ്പിലാകുന്നില്ല എന്ന പരാതിയുമുണ്ട്. വാഹനങ്ങൾക്ക് കേടുപറ്റുന്നത് മാറ്റി നിർത്തിയാൽ, ഗതാഗത നിയമങ്ങൾ പാലിച്ചാൽ ഒരു പരിധിവരെ ഗതാഗതക്കുരുക്കിൽ നിന്ന് രക്ഷ നേടാം. ഒപ്പം പ്രശ്നം പരിഹരിക്കാൻ കോഴിക്കോട്, വയനാട് ജില്ലാ ഭരണകൂടങ്ങളുടെ ഇടപെടലും വേണം. പ്രജ്വൽ സുരേഷിനൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. ഇപ്പോൾ തന്നെ ക്രിസ്മസ് അവധിയാണ്, വരാൻ പോകുന്നത് പുതുവർഷവും ആണ്. അതൊക്കെ പ്രമാണിച്ചുകൊണ്ട് വയനാട്ടിലേക്ക് എത്തേണ്ട സഞ്ചാരികളും അതുപോലെ മറ്റ് യാത്രക്കാരുമൊക്കെ വരും ദിവസങ്ങളിലും കൂടുതലായിരിക്കും. അതുകൊണ്ട് തിരക്ക് വർദ്ധിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. ഗതാഗതക്കുരുക്ക് ഇനിയും തുടരാൻ തന്നെയാണ് സാധ്യത. ദീർഘദൂര യാത്രക്കാർ വെള്ളവും ലഘുഭക്ഷണവും ഒക്കെ കരുതണം എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് പോലീസും ചുരം സംരക്ഷണ സമിതിയുമൊക്കെ. ചില പ്രതികരണങ്ങൾ ഞങ്ങൾ തേടിയിരുന്നു, അതിലേക്ക്. ബ്ലോക്കിൻ്റെ കാരണം ഇപ്പോൾ വാഹനം അധികമാണ്. 35,000-ഓളം വണ്ടി ഉണ്ടെന്നാണ് കഴിഞ്ഞ മാസത്തെ ഒരു കണക്കുള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് വണ്ടി യാത്ര ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ കളക്ടർക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്, ചുരത്തിൽ ഓവർലോഡ്, ഓവർടേക്ക്, ഓവർ സ്പീഡ്, ഇതിന് നിയന്ത്രണം കൊണ്ടുവരാനേ പറ്റുള്ളൂ. എന്നാൽ തന്നെ കുറേ സമാധാനം ഉണ്ടാവും. നിങ്ങൾക്ക് പറയാനുള്ള എന്താ വെച്ചാൽ, മെയിനായിട്ട് ഇവിടെ ഒരു പോലീസിൻ്റെ, ട്രാഫിക് പോലീസിൻ്റെ ഒക്കെ ഇടപെടലുകൾ കാരണം ഇപ്പോൾ കുറേയൊക്കെ ബ്ലോക്ക് ഒഴിവാക്കുന്നുണ്ട്. ആദ്യമൊക്കെ നല്ല തരത്തിൽ ബ്ലോക്ക് വരും. നമുക്ക് എന്താ വെച്ചാൽ ഈ വളവുകൾ, എയർപിൻ വളവുകളിലൊക്കെ വലിയ വണ്ടികൾ ഭാരം കയറ്റി വന്നിട്ട് വളവ് തിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഒന്ന് വീതി കൂട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു നമ്മുടെ യാത്രാ സൗകര്യം കുറച്ചും കൂടി എളുപ്പമാകും. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ കാറുകാരാണ് ഭയങ്കര ബ്ലോക്കാക്കുന്നത്. റോങ് സൈഡിൽ കയറി വന്നിട്ട് കാറുകാരതാണ് ബ്ലോക്ക്. പക്ഷെ അതെന്താണെന്നറിയാം, ഇവിടെ കൂടുതലും വരുന്നത് അശാസ്ത്രീയമായിട്ട് ഡ്രൈവിംഗ് കൊണ്ടാണ്. അതായത് നമ്മൾ എങ്ങനെയാണോ ചുരം ബ്ലോക്കൊക്കെ ആണെങ്കിൽ ശ്രദ്ധിച്ച് വഴിക്ക് കയറുക, ഇടിച്ച് കയറാതിരിക്കുക. അതുകൊണ്ട് മുകളിൽ നിന്ന് വരുന്ന വണ്ടി ഗിയറിൽ താങ്ങി ഇറങ്ങുക, ചവിട്ടി ഇറങ്ങാണ്ട്. എന്നിട്ടാണ് ഇവിടെ കൂടുതൽ ഈ അപകടം നടക്കുന്നത്. ചവിട്ടി ഇറങ്ങി ചൂടായിട്ട് ബ്രേക്കോലിനൊരു പരിധിയുണ്ട് ചൂടിന്. ഭയങ്കര ഈ ട്രാഫിക്, ഈ ലോറിക്കാർ, ടോറസ് വലിയ വാഹനങ്ങൾ വരുന്നത് കൊണ്ട് അതിൻ്റെ പുറകിലാണ് ഈ ചെറിയ വാഹനങ്ങൾ ലൈനായിട്ട് പോരുകയാണ്. അപ്പോൾ ആംബുലൻസ് രോഗികളെ എത്തിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. റോഡ് ബ്ലോക്കായത് കൊണ്ട്. ഇപ്പോൾ ഈ വെക്കേഷൻ ടൈമാണല്ലോ, ഫുള്ള് ടൂറിസ്റ്റുകൾ വരുന്ന സമയമാണ്. ടോമി പുത്തൻപുരക്കൽ എന്ന് പറയുന്നൊരു പ്രേക്ഷകൻ പറയുന്നു, താമരശ്ശേരി ചുരത്തിന് ബദൽപാത വേണം എന്ന ആവശ്യത്തിന് കാലങ്ങളുടെ പഴക്കമുണ്ടല്ലോ, ആരും എന്നിട്ടും എന്താണത് പരിഗണിക്കാത്തത് എന്നുള്ള ചോദ്യം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉയരുന്നു. അതുപോലെ ജോവിൻ ജോസഫ് എന്ന് പറയുന്നൊരു പ്രേക്ഷകൻ പറയുന്നു, ഈ വാർത്തകൾക്കിടയിൽ വിലക്കയറ്റം സംബന്ധിച്ചുള്ള വാർത്തകൾ മുക്കിക്കളയല്ലേ എന്ന് പറയുന്നുണ്ട്.
പിന്നെ നേരത്തെ നമ്മൾ പരിചയപ്പെടുത്തിയ വീട്ടമ്മയെ, വീട്ടിൽ കൂൺകൃഷി വളരെ വിജയകരമായി പൂർത്തിയാക്കിയ ആ വീട്ടമ്മയ്ക്ക് അഭിനന്ദനം അറിയിച്ചുകൊണ്ടുള്ള ഒരുപാട് കമൻറ്റുകൾ ഉണ്ടാകുന്നുണ്ട്. ഫസീല ഫിറോസിനെ പോലുള്ളവർ അവർക്ക് അഭിനന്ദനം അറിയിച്ചുകൊണ്ട് കമൻറ്റുകൾ അറിയിക്കുന്നുണ്ട്. ഇങ്ങനെ വളരെ പോസിറ്റീവായ പ്രവർത്തനങ്ങൾ നടത്തുന്ന വിജയം കാണുന്ന ആളുകളെയൊക്കെ പരിചയപ്പെടുത്താൻ നമുക്കെന്ന് പറഞ്ഞതുകൊണ്ടായിരിക്കണം അതിൻ്റെ ഫോൺ നമ്പർ തരുമോ എന്നുള്ള ചോദ്യം ശശിധരക്കുറുപ്പ് എന്ന് പറയുന്ന പ്രേക്ഷകൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. നമ്മളിപ്പോൾ സ്ക്രീനിൽ അത് എഴുതി കാണിക്കുന്നുണ്ട്. പ്രേക്ഷകർക്ക് തത്സമയം വിളിക്കാനുള്ള നമ്പറിൽ തന്നെ വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് അത്തരത്തിലുള്ള ആളുകളെ പരിചയപ്പെടുത്താം. അവരുടെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവരും അറിയേണ്ടതാണ്. അവർക്കൊക്കെ അത് പ്രചോദനമാകുമെന്നുണ്ടെങ്കിൽ ഉറപ്പായും നമുക്ക് ബി പോസിറ്റീവ് എന്നുള്ള നമ്മുടെ സെഗ്മെൻറ്റിൽ അവരെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ട് തയ്യാറാക്കാവുന്നതുമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.